ഹായ് ഫ്രണ്ട്സേ, അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നമ്മുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആഷ്നയുടെ കുഞ്ഞുവാവയുടെ 28 പോയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തില്ല. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വണ്ടി കയറി എങ്ങോട്ട് പോകണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് ഒരു സ്ഥലം പറഞ്ഞത്. അത് ഏത് സ്ഥലമാണ് എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫുൾ വീഡിയോ കാണാൻ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ക്ലൈമറ്റ് നമുക്ക് അനുകൂലമൊന്നും ആയിരുന്നില്ല, നല്ല മഴയുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ അതൊന്നും കാര്യമാക്കാതെ തന്നെ മുന്നോട്ട് പോയി കേട്ടോ. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവരെ കാണുന്നത്. അപ്പോൾ ഒത്തിരി മിസ്സിരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ അവിടെ ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോഴത്തേക്കും അർജുനോട് അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ ഇറങ്ങി. അപ്പോൾ അർജുൻ ഉണ്ടായിരുന്നു, ആൽബിൻ ഉണ്ടായിരുന്നു, അജിൻ ഉണ്ടായിരുന്നു, വിപിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, നമ്മുടെ അച്ഛനും അശ്വതി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് വരും കേട്ടോ. അവനെയും കാത്ത് കുറച്ച് നേരം നമുക്ക് അവിടെ നിൽക്കാം. അപ്പോൾ അവൻ ഇവിടെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ 2 മാഗി കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാഗി മേടിക്കാനായിട്ട് ഫ്രണ്ടിലേക്ക് ഒരു മാഗി മാത്രമല്ല, കരി ചോളം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നല്ല മാങ്ങ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അതിലൊക്കെ ചെറിയ കണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനും. പിന്നെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. ഇവിടെ മഴയാണെങ്കിലും നല്ല വെയിലാണെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോടമഞ്ഞ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് എന്താണ് മേടിക്കേണ്ടതെന്ന്. ആദ്യം തന്നെ നമ്മൾ മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ബിബിൻ ചേട്ടൻ അശ്വതിയോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അച്ചു നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അവൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. എങ്കിലും ഞങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ ഒരു മാങ്ങയും മേടിച്ച് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം തേരാപ്പാരയൊക്കെ നടന്നു. വേറൊന്നുമല്ല, അവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ നോക്കി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത മാഗി വന്നത്. അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും നല്ല ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് എല്ലാവരും പ്ലാൻ ചെയ്തു. അങ്ങനെ മാഗി എനിക്ക് അത്ര താല്പര്യമുള്ള സാധനമല്ല കേട്ടോ. നല്ല ചൂടുണ്ടെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വിൻചേട്ടൻ്റെ അടുത്ത് കഴിച്ചിട്ട് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. ചൂടുള്ളതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് അതാ നമ്മുടെ ആളെത്തിയിട്ടുണ്ട്, പ്രഭാത്. അത് നമ്മുടെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവൻ വന്നില്ല. അപ്പോൾ എന്തായാലും അവനോട് അവൻ്റെ മുടി കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു മടിയും കൂടാതെ നമ്മളെ മുടി കാണിച്ചു തരാട്ടെ. ഞാൻ എപ്പോഴും എൻ്റെ മുടിക്ക് കൊതി വെക്കാറുണ്ട്. അവനോട് അവനെ കാണുന്നേ ആദ്യം അവൻ്റെ കാര്യം ചോദിക്കുന്നേടാ വിശേഷമല്ല നീ മുടി വെട്ടിയതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അവന് മുടിയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു, ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എവിടെ പോയത് ഏതാ സ്ഥലം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും, എനിക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.